ഇന്നത്തെ വീഡിയോയിൽ രണ്ട് റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മാങ്ങയിട്ട് നല്ല കുറുകിയ ചാറോട് കൂടി എങ്ങനെ പരല് കറി വെക്കാമെന്നും, രണ്ടാമത്തത് കപ്പ എങ്ങനെ നല്ല രീതിയിൽ തേങ്ങയൊക്കെ ചേർത്ത് ഉടച്ചു പുഴുങ്ങിയെടുക്കാന്നുള്ളതുമാണ് കാണിക്കുന്നത്. കപ്പപ്പുഴുക്ക് മാത്രം കാണാനാണെങ്കിൽ 3 മിനിറ്റ് 15 സെക്കൻഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കാണണേ. ഞാനിവിടെ 1/2 കിലോ പരലാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ പരല് നമ്മൾ വെട്ടി കഴുകി ക്ലീൻ ചെയ്തൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കറിക്ക് വേണ്ടി ചേർക്കുന്ന സാധനങ്ങളാണ്. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 പച്ചമുളക്, പിന്നെ ക്ലീൻ ചെയ്ത മീനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അരപ്പിനായി ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കൂടാതെ 3 ചെറിയുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ല ക്രീം പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം എടുത്താൽ മതി. അതും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു മീൻകറിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഗ്യാസ് ഓൺ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല കുറുകിയ ചാറാണ് ഇതിൻ്റെ. ഇനി ഇതിനകത്തേക്ക് ഉപ്പാണ് ചേർക്കുന്നത്. ഒരു 2 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതിനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തേക്കും ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീൻ കറി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഒരു തള വന്നു കഴിയുമ്പോൾ മീനൊന്ന് ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചട്ടി ചുറ്റിച്ചാലും മതി. ഞാനിത് സ്പൂണ് കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ മതി. മീൻ പെട്ടെന്ന് വേകും, അതുകൊണ്ട് അത്രയും മതി. ഇനി അതൊരു 2 മിനിറ്റ് തുറന്ന് വെച്ചും കൂടെ നമ്മൾ ഇതേപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മുകളിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. ഇനി ഇതിനകത്തേക്ക് അവസാനമായിട്ട് ഒരു ഇത്തിരി പച്ചവെളിച്ചെണ്ണയും കൂടിയാണ് ഒഴിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ ആയിട്ടുണ്ട്. സ്പൂണിട്ട് ഇളക്കണവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മീനിൽ ഇട്ട് നന്നായിട്ട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. നമ്മൾ പതുക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് തിക്കി കൊടുക്കാനേ പാടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മൾ ഇതേപോലെ അരച്ചു കൂട്ടി അടുപ്പത്ത് വെക്കുന്ന മീൻകറി ആണെങ്കിൽ മുളക് പൊടി തേങ്ങയുടെ കൂടെ തന്നെ അരച്ച് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ മീൻകറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുള്ളൂ. തേങ്ങ മാത്രം ആദ്യം അരച്ചിട്ട് പിന്നീട് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ കൊഴുപ്പ് അങ്ങ് ഉണ്ടാവില്ല. അതുകൊണ്ട് മീൻകറി വെക്കുമ്പോൾ എല്ലാവരും തേങ്ങയുടെ കൂടെ തന്നെ മുളക് പൊടി ചേർത്ത് അരച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി എടുക്കാം, എരിവിനനുസരിച്ച് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മീൻകറി ഇഷ്ടമായാൽ എല്ലാവരും കമൻ്റ് ഇടണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണേ. അടുത്തത് തേങ്ങ അരച്ച് കപ്പപ്പുഴുക്ക് തയ്യാറാക്കുന്നതാണ്. ഞാനിവിടെ 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ കപ്പ മുഴുവനും ഇപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുക്കാം. കപ്പയുടെ ആ വെളുത്ത കളറിലെ പാല് പോലുള്ള സാധനം പോകുന്നത് വരെ ഞാൻ കപ്പ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടാണ് ഞാൻ വേവിക്കുന്നത്. കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിലേക്ക് കപ്പയും ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. കുക്കറിന്റെ വെയിറ്റ് ഇടരുത്. നമ്മൾ സാധാരണ കലത്തിലിട്ട് വേവിക്കില്ലേ, അതേപോലെയാണ് ഞാൻ വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വേറെ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുക്കർ എടുത്തിരിക്കുന്നത്. കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പുണ്ടാക്കാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി, 4-5 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് ജീരകം, ഇതൊരല്പം കുരുമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ ഞാനൊന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വാവട്ടമുള്ള പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അരപ്പിന്റെ കൂടെ ആ പാത്രത്തിൽ ഒരല്പം വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരപ്പിന് ആവശ്യമുള്ള ഉപ്പാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരപ്പൊന്ന് തിളയ്ക്കണ വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വിസിലടിച്ച് കപ്പ വേവിച്ചാൽ കപ്പയ്ക്കൊരു വഴുവഴുപ്പ് ഉണ്ടാകും. അതുകൊണ്ട് വിസിലടിച്ച് കപ്പ വേവിക്കരുത്. അരപ്പൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ. തേങ്ങ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം.
കപ്പ ഇവിടെ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെളിച്ചെണ്ണയാണ്. പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ കഴിക്കാൻ റെഡിയാവും. മീൻകറിയും കൂട്ടി ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മുളക് ചാറിൻ്റെ കൂടെയോ അല്ലാതെ വച്ച മീൻകറിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ കപ്പപ്പുഴുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക്